പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മലയാളത്തിൽ ഇതുവരെ LP UP പരീക്ഷയിൽ PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതുവരെ LP UPയിൽ ചോദിച്ചിട്ടുള്ള മുഴുവൻ മലയാള ചോദ്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബന്ധുജനങ്ങൾ മുഴുവനും ഈ പ്രേമബന്ധത്തിനോട് തീർത്തു നിൽപ്പു, പ്രാണൻ്റെ ബന്ധവും തൂക്കി നോക്കുന്നതും നാണയത്തുട്ടുകളാണ് പോലും. ഏത് കഥാപാത്രത്തിൻ്റേതാണ് ഈ വരികളെന്ന് ചോദിച്ചേക്കുന്നത്? ഏതാണ്? ചന്ദ്രികയാണ് അവൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. LP സ്കൂൾ ടീച്ചർ NCA 2022 ചോദ്യം ചോദിച്ചേക്കുന്നത്. കാക്കനാട് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? കാക്കനാട് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ജോർജ് വർഗീസ് ആണ് കാക്കനാടൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത്. താഴെ നൽകിയിരിക്കുന്നവയിൽ മധ്യമ പുരുഷന് ഉദാഹരണം ഏത്? മധ്യമ പുരുഷന് ഉദാഹരണമാണ് ചോദിച്ചേക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നത് നിൻ്റെ എന്നതാണ് മധ്യമ പുരുഷന് ഉദാഹരണമായിട്ട് വരുന്നത്. ഇനി ജോർജ് ഓണക്കൂറിൻ്റെ ആത്മകഥയാണ് ഹൃദയരാഗങ്ങൾ എന്ന് പറയുന്നത്. കണ്ണുനീർ എന്ന അർത്ഥം വരുന്ന പദം ലോജമാണ്. കണ്ണുനീർ എന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? അത് ലോജമാണ്. വിരഹമില്ലാത്ത ലാവണ്യ സമഗ്രമായി നിരവധിയായിട്ടു കഴിഞ്ഞി വീലവരികൾ ആരുടേതാണിത്? വീരമായി നിരവധിയായിട്ടു കാണുവാൻ കഴിവിയില്ല. ഈ വരികൾ ആരുടേതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. G ശങ്കരക്കുറുപ്പിൻ്റേതാണ് ഈ വരികൾ. നാടൻ പാട്ടുകളിൽ അനുഷ്ഠാന പാട്ടുകൾ എന്ന വിഭാഗത്തിൽ പെടുന്നവയാണ് തോറ്റം പാട്ട്. നാടൻ പാട്ടുകളിൽ അനുഷ്ഠാന പാട്ടുകൾ എന്ന വിഭാഗത്തിൽ പെടുന്നവ ഏതാണ്? അത് തോറ്റം പാട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു LP UP പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിക്ക് വേണ്ടിയിട്ട് സോഷ്യൽ സയൻസ്, മാത്സ്, മലയാളം, ഇംഗ്ലീഷ്, സൈക്കോളജി, പെഡഗോഗി എന്നിൻ്റെയൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. കൂടാതെ 40 മോഡൽ പരീക്ഷകളും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു ഹായ് അയച്ചിട്ട് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ സെറ്റ് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഇനി അടുത്ത ചോദ്യം, വെള്ളായി അപ്പൻ മലയാളത്തിലെ അനശ്വരമായൊരു കഥയിലെ കഥാപാത്രമാണ്. ഏത് കഥയിലെ കഥാപാത്രമാണ് വെള്ളായി അപ്പൻ? കടൽ തീരത്ത് എന്ന കഥയിലെ കഥാപാത്രമാണ്. താഴെ തന്നിരിക്കുന്നത് ഉചിതമായി ക്രമീകരിക്കുക. നിർമാല്യം, ചെമ്മീൻ, കാഞ്ചന സീത, ഭാസ്കരാജ പട്ടേരും ഇതൊക്കെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതിൻ്റെ ഇവിടെ CN ശ്രീകണ്ഠൻ നായർ, MT സക്രിയ, തകഴി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ A ആണ് കേട്ടോ. ഇനി പ്രകൃതി വിലാസം എന്നത് ഘടകപദങ്ങളാക്കുമ്പോൾ എന്താണ്? ഘടകപദങ്ങളാക്കുമ്പോൾ അല്ലെങ്കിൽ വിഗ്രഹിച്ചെഴുതുമ്പോൾ എങ്ങനെ വരുന്നു? പ്രകൃതിയുടെ വിലാസം എന്ന് വരും. അപ്പോൾ പ്രകൃതി വിലാസം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകൃതിയുടെ വിലാസമാണ് പ്രകൃതി വിലാസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ശരിയായ വാക്യം തിരഞ്ഞെടുക്കാനാണ് കൊടുത്തിരിക്കുന്നത്. ഭാര്യയുടെ സമ്മതത്തോടെ മരണമടഞ്ഞ വാസുദേവൻ്റെ കണ്ണുകൾ മാത്യുവിന് വച്ചു കൊടുത്തു. മാത്യുവിന് ഭാര്യയുടെ സമ്മതത്തോടെ മരണമടഞ്ഞ വാസുദേവൻ്റെ കണ്ണുകൾ വച്ചു കൊടുത്തു. മരണമടഞ്ഞ വാസുദേവൻ്റെ കണ്ണുകൾ ഭാര്യയുടെ സമ്മതത്തോടെ മാത്യുവിന് വെച്ചു കൊടുത്തു. വാസുദേവൻ്റെ കണ്ണുകൾ മരണമടഞ്ഞ ഭാര്യയുടെ സമ്മതത്തോടെ മാത്യുവിന് വെച്ചു കൊടുത്തു. ഇതിനകത്ത് ശരിയായ വാക്യം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്? ഓപ്ഷൻ C ആണ്. മരണമടഞ്ഞ വാസുദേവൻ്റെ കണ്ണുകൾ ഭാര്യയുടെ സമ്മതത്തോടെ മാത്യുവിന് വച്ചു കൊടുത്തു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് എന്ന് പറയുന്നത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തേക്കുന്ന ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റാണ്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുള്ള ഉദ്യോഗാർത്ഥികൾ റിവിഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പഠിച്ചിന് ബാക്കി പോയിൻറ്റ്സ് ടോപ്പിക്സ് ഒക്കെ ബാക്കി ഉണ്ടെങ്കിൽ അവർക്കൊന്ന് പഠിച്ചു പോകാനും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന നല്ലൊരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ആയിരിക്കും ഇത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്ന മോഡലൊക്കെ കണ്ടിട്ട് വേണം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മേടിച്ചാൽ മതിയാകും. അപ്പോൾ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇനി തന്നിരിക്കുന്ന വാക്യത്തിൽ തെറ്റായ ഭാഗം ഏതാണ് തെറ്റായ ഭാഗം? എല്ലാ മാസം തോറും നിശ്ചിത തുക ബാങ്കിൽ നിക്ഷേപിക്കാൻ അയാൾ ശ്രദ്ധിച്ചു. അപ്പോൾ എല്ലാ മാസം തോറും എന്ന് പറയുന്നതാണ് എന്താണ് ഇവിടെ തെറ്റായിട്ടുള്ള വാക്യം. ഇനി ഭാഷാപരമായ ബുദ്ധിയുടെ വളർച്ചയ്ക്ക് ആവശ്യമല്ലാത്ത താഴെ പറയുന്നവയിൽ ഏതാണ്? ഭാഷാപരമായിട്ടുള്ള ബുദ്ധിയുടെ വളർച്ചയ്ക്ക് ആവശ്യമല്ലാത്ത താഴെ പറയുന്നവയിൽ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഏതാണ്? ഗ്രാഫുകളാണ്. ഇനി കുട്ടികളുടെ പോർട്ട്ഫോളിയോ വിലയിരുത്തുന്നത് ഏത് വിലയിരുത്തലിൻ്റെ ഭാഗമാണ്? നിരന്തര വിലയിരുത്തലിൻ്റെ ഭാഗമാണ് കുട്ടികളുടെ പോർട്ട്ഫോളിയോ വിലയിരുത്തൽ. അപ്പോൾ കുട്ടികളുടെ പോർട്ട്ഫോളിയോ വിലയിരുത്തൽ വിലയിരുത്തലിൻ്റെ ഭാഗമാണ്? നിരന്തര വിലയിരുത്തലിൻ്റെ ഭാഗമാണ്. വിഷയങ്ങളെ വേർതിരിച്ച് പഠിക്കുന്നതിന് പകരം പരസ്പരം ബന്ധപ്പെടുത്തി പഠിക്കുന്ന സമീപനം ഏതാണ്? ഏത് സമീപനമാണ് വിഷയങ്ങളെ വേർതിരിച്ചു പഠിക്കുന്നതിന് പകരം പരസ്പരം ബന്ധപ്പെടുത്തി പഠിക്കുന്ന സമീപനം? താഴെ തന്നിരിക്കുന്നതിൽ തത്വിധത്തിന് ഉദാഹരണം ഏതാണ്? താഴെ പറയുന്നവയിൽ തത്വിധത്തിന് ഉദാഹരണം ഏതാണ് ചോദിച്ചേക്കുന്നത്? ഏതാണ്? കേമത്തമാണ് താഴെ പറയുന്നവയിൽ തത്വിധത്തിന് ഉദാഹരണമായിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം, ദൈനംദിന ആസൂത്രണത്തിൽ പ്രതിഫലനാത്മക കുറിപ്പ് ഏത് ഭാഗത്താണ് അധ്യാപകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഏത് ഭാഗത്താണ് അധ്യാപകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്? പഠന പ്രവർത്തനങ്ങൾ, ക്ലാസ്സിന് ശേഷമുള്ള അധ്യാപക തിരിച്ചറിവുകൾ, മൂല്യനിർണ്ണയ സൂചനകൾ, കുട്ടിയുടെ പ്രതികരണങ്ങൾ. ഏതാണ്? ക്ലാസ്സിന് ശേഷമുള്ള അധ്യാപകൻ തിരിച്ചറിവുകളാണ് ദൈനംദിന പ്രതിഫലന കുറിപ്പ് എന്ന ഭാഗത്ത് അധ്യാപകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി പാഠ്യപദ്ധതി സമീപനത്തിന് സവിശേഷതകളിൽ പെടാത്തത് ഏത്? പ്രവർത്തനാധിഷ്ഠിതം, പഠനം ഉറപ്പുവരുത്തുന്നത്, പഠന നേട്ടങ്ങൾ കൈവരിക്കുന്നത്, പ്രാപ്തമായത് ഏതാണ്?
അധ്യാപക കേന്ദ്രീകൃതം. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. പഠനം ഉറപ്പാക്കുന്നത്. പഠന സവിശേഷതയിൽ പെടാത്തത് ഏതാണ്? പഠനം ഉറപ്പാക്കുന്നതാണ്. മനുഷ്യ മനസ്സിന് ജന്മസിദ്ധമായ സർവ്വഭാഷാ വ്യാകരണമുണ്ടെന്ന ആശയം മുന്നോട്ട് വെച്ചതാരാണ്? നോം ചോസ്കിയാണ് മനുഷ്യ മനസ്സിന് ജന്മസിദ്ധമായ സർവ്വഭാഷാ വ്യാകരണമുണ്ടെന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഇനി പ്രീ സ്കൂൾ കുട്ടികളുടെ വിലയിരുത്തൽ പ്രക്രിയ പൂർത്തീകരിക്കുന്നതിനായി അധ്യാപക പരിഗണിക്കാത്തത് ഏതാണ്? പോർട്ട്ഫോളിയോ, പ്രകടന വിലയിരുത്തൽ, അനൗപചാരിക സംഭാഷണം, പരീക്ഷയിലെ മാർക്കിനെ അടിസ്ഥാനമാക്കി. ഏതാണ്? പരീക്ഷയിലെ മാർക്കിനെ അടിസ്ഥാനമാക്കിയുള്ളത്. അടുത്ത ചോദ്യം, പഠന നേട്ടം എന്തിൻ്റെ സവിശേഷതയല്ലാതെ, പഠന നേട്ടത്തിൻ്റെ സവിശേഷതയല്ലാത്തത് എന്നാണ് ചോദിച്ചേക്കുന്നത്? നിരീക്ഷണ വിധേയം, അളക്കാൻ കഴിയുന്നത്, ഹ്രസ്വമോ ദീർഘമോ ആയ കാലയളവിൽ നേടാൻ കഴിയുന്നത്, പഠിതാവ് ആർജിക്കേതിനെ ഉൾക്കൊള്ളാത്തത്. ഏതാണ്? ഹ്രസ്വമോ ദീർഘമോ ആയ കാലയളവിൽ നേടാൻ കഴിയാത്തത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള അന്തർദേശീയ പരിശീലനമായി പിസ ടെസ്റ്റ് ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ വിലയിരുത്തുക. മറ്റു രാജ്യങ്ങൾ താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് എവിടെ നിൽക്കുന്നു എന്ന് വിലയിരുത്തേണ്ടത് അനിവാര്യമാണ്. വായന, ഗണിതം, ശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ പിസ പരീക്ഷയിലൂടെ കുട്ടികളുടെ കഴിവ് വിലയിരുത്താവുന്നതാണ്. 2000 ആരംഭിച്ച പിസ പരീക്ഷ 3 വർഷം തോറും കഴിയുമ്പോഴാണ് നടക്കുന്നത്. പിസ റാങ്കിൽ മികച്ചു നിൽക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. 2000 പിസ പരീക്ഷയിലെ കേരളം മുഴുവൻ 4 ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം അത് ഏത് പ്രസ്താവനയാണ്? 1, 2, 3 പ്രസ്താവനയാണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. ഇനി അടുത്തത്, ജനകീയ കവി എന്ന വിശേഷണത്തിന് കുഞ്ചൻ നമ്പ്യാർ കവിതകളുടെ ഏത് സവിശേഷതയായിരിക്കും കാരണമായി തീർന്നത്? ഏതാണ്? ഓപ്ഷൻ ബി, ജനസാമാന്യത്തിനും പരിചിതമായ അന്തരീക്ഷ പുരാണ കഥകളുമായി കൂട്ടിയിണക്കേക്കും തന്മൂലം കൂടുതൽ തകർച്ചയിലേക്കും നയിക്കുന്നതിൻ്റെ ദൃഷ്ടാന്തം എന്ന് പറയുന്ന ബഷീർ കൃതി ഏതാണ്? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. കുമാരനാശാൻ്റെ കവിതകളിൽ രചനാകാലം കൊണ്ട് താഴെ പറയുന്നവയിൽ ആദ്യം എഴുതിയത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇനി അടുത്തത്, പാശ്ചാത്യ ശബ്ദകോശങ്ങളുടെ മാതൃകയിൽ 1872 മലയാള ഭാഷയിൽ ഡോക്ടർ ഹെർമൻ ഗുണ്ടേർട്ട് നൽകിയ ഗ്രന്ഥം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്? ഓപ്ഷൻ എ നിഘണ്ടുവാണ്. ഗുണ്ടേർട്ട് നിഘണ്ടുവാണ്. കുട്ടികളുടെ ഉച്ചാരണ വൈകല്യത്തിന് കാരണമാവുന്ന ഘടകം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്? ഏതാണ്? മാനസികവും ശാരീരികവുമായ ദൗർബല്യം. ബാലസാഹിത്യ മേഖലയ്ക്ക് ഉണർവും കരുത്തും പകരുന്ന സംസ്ഥാന സർക്കാർ സ്ഥാപനം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്? ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. കരകവിയുക എന്ന ശൈലിക്ക് യോജിക്കാത്ത അർത്ഥം ഏതാണ്? വർദ്ധിക്കുക എന്നാണ് കരകവിയുക എന്ന ശൈലിക്ക് എന്താണ് അർത്ഥം? യോജിക്കുന്ന അർത്ഥം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്? അപ്പോൾ ഏതാണ്? വർദ്ധിക്കുക എന്താണ്? മിടുക്കൻ എന്ന പദം ഏത് ബഹുചലന വിഭാഗത്തിൽപ്പെടുന്നു? ഏതാണ്? അലിംഗ ബഹുവചനമാണ് മിടുക്കൻ എന്ന പദം എന്ന് പറയുന്നത്. ഭിത്തിക എന്ന ചിഹ്നം എന്തിനെ ഉപയോഗിക്കുന്നു? ഏതാണ് ഭിത്തിക എന്ന ചിഹ്നം ഉപയോഗിക്കുന്നത്? സപ്രധാനമായി 2 വാക്യങ്ങൾക്കിടയിൽ ചേർക്കുന്നതിനാണ് ഭിത്തിക എന്ന ചിഹ്നം ഉപയോഗിക്കുന്നത്. ഒരു ഭാഷാ ക്ലാസ് അധ്യാപികയുടെ സവിശേഷത യോജിക്കാത്തത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്? ഏതാണ്? ക്ലാസ് മുറിയിൽ കർശന അച്ചടക്കം ഉറപ്പാക്കലാണ് ഒരു നല്ല ഭാഷാ അധ്യാപികയുടെ സവിശേഷതയിൽ യോജിക്കപ്പെടാത്തത്. ഇനി ONV വിജയൻ രചിച്ച ചെങ്ങന്നൂർ വണ്ടി എന്ന ചെറുകഥ പ്രമേയം എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്? ഏതാണ്? 91 റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. അധിസ്ഥരുടെയും ദുഷ്ടന്മാരുടെയും തകർച്ച, അധികാരികളുടെയും ദുഷ്ടരുടെയും അതിൻ്റെ തകർച്ചയാണ് ONV വിജയൻ രചിച്ച ചെങ്ങന്നൂർ വണ്ടി. വഹി സന്ദപ ലോഹ ബന്ധുന സന്നിഭം മർദ്ദുജന്മം ക്ഷയ ഗംഭൂരം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ബോധധാര നോവലുടെ പട്ടികയിൽ പെടാത്ത കൃതി എന്നാണ് ചോദിച്ചേക്കുന്നത്? ഏതാണ് ആ കൃതി? ബാല്യകാലസഖിയാണ് റൈറ്റ് ആൻസർ. MT വാസുദേവൻ നായർ രചിച്ച മാണിക്യക്കല്ല് ഏത് വിഭാഗത്തിൽ പെടുന്നു? 94 റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ്, ബാലസാഹിത്യമാണ്. ഇനി വേൾ അധികം വേർഡ് ടു ഇത് വിഭാഗത്തിൽ പെടുന്നതാണ്. ഏത് വിഭാഗത്തിൽ പെടുന്ന സന്ധിയാണ് വേൾ ടു എന്ന് പറയുന്ന വേൾ ടു? ഏതാണ് ഇവിടെ വരുന്നത്? 95 റൈറ്റ് ആൻസർ. ഏതാണ്? ഓപ്ഷൻ എ ആദേശ സന്ധിയാണ് കേട്ടോ. ആദേശ സന്ധിയാണ്. ഇനി മുൻ വിനയിച്ചതിന് ഉദാഹരണം ഏത്? മുൻ വിനയിച്ചതിന് ഉദാഹരണമാണ് ചോദിച്ചേക്കുന്നത്. 96 റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ്, പറഞ്ഞു പോയി എന്നാണ്. ആശയ അവതരണ രീതിയുടെ ക്രമം ഏതാണ്? ആശയ അവതരണ രീതിയുടെ ക്രമമാണ് ചോദിച്ചിട്ടുള്ളത്. 97 ഓപ്ഷൻ സി. വാക്യ സമൂഹം, വാക്യം, പദം, അക്ഷരമാണ് വരുന്നത്. ശരിയായ പദമാണ് ചോദിച്ചേക്കുന്നത്. 98 റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ആതിഥേയനാണ്. രചനാന്തര വ്രജന വ്യാകരണം ആവിഷ്കരിച്ച ഭാഷാശാസ്ത്രജ്ഞൻ ആരെന്നാണ് ചോദിച്ചേക്കുന്നത്? 99 ഓപ്ഷൻ ബി നോം ചോസ്കിയാണ്.
ഭാഷയുടെ സ്വവന വ്യവസ്ഥയിൽ അർത്ഥപരമായ വ്യത്യാസം സൂചിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ഏകകത്തിൻ്റെ പേരെന്താണ്? 100 ഓപ്ഷൻ സി ആണ് കേട്ടോ. സ്വനിമമാണ്. ഏതാണ്? സ്വനിമമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ മറക്കണ്ട. അപ്പോൾ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വേണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് കിട്ടും കേട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ആദ്യത്തെ ചാനൽ കാണുന്ന കൂട്ടുകാരോട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.